ഹായ്, വാ, ഒരു കാര്യം കാണിച്ചു തരാം. കണ്ട, നല്ല പോലെ പഴുത്ത് എടുക്കട്ടെ. സൂപ്പറായിട്ട് പഴുത്ത് കേട്ടാ. ആഹാ, ഇതങ്ങോട്ട് കരയ്ക്ക് കയറിയിട്ട് പൊളന്ന് കാണിക്കാം. നല്ല പഴമായി. ഇത് വേറെ ഉണ്ട്. ഇത് 2 ദിവസത്തിനുള്ളിൽ പഴുക്കും. എന്താ ഈ വർഷം നമുക്ക് ഒരുപാട് ചക്ക കിട്ടി കേട്ടോ. വേറെ ഉണ്ട്, കാണിക്കാം. അടുത്ത സ്ഥലത്തേക്ക് പോകാം. അടുത്ത ചക്ക മരച്ചോട്ട് നോക്കാം. കൂടൊക്കെ കെട്ടിയിട്ടിരിക്കുമല്ലേ, നമുക്ക് നോക്കട്ടെ. നോക്കട്ടെ. ഇത് പഴുത്ത് കേട്ടോ, നല്ല പോലെ പഴുത്ത്. ആഹാ, സൂപ്പർ. കണ്ട, നല്ല പോലെ പഴുത്ത്. പറിക്കട്ടെ. കത്തിയൊന്നും എടുത്തില്ല നമ്മളത് കാരണം. അടിപൊളി. ഇത് ഇങ്ങനെ മണപ്പിച്ചാലൊന്നും ഒരു പച്ച മണം കേട്ടോ, അല്ലാതെ വലിയ ഫ്രൂട്ട്സിന് മണമല്ല. പക്ഷെ സൂപ്പർ സാധനം. ഒരെണ്ണം കൂടെ ഉണ്ട്, നോക്കാം. അയ്യോ, ഇതും പഴുത്ത്. അയ്യോ, ഇത് നല്ലപോലെ പഴുത്ത് കേട്ടോ. ഇതിന്റെ കളറ് മാറി, നീര് കയറിയല്ലേ. അയ്യോ, ഇത് വിട്ടുപോകുന്നു കേട്ടോ. ഈ അടിപൊളിയായിട്ട് പഴുത്ത്. ഈ കളറുണ്ടല്ലോ, നമ്മളെ ഇതിന്റെ നീര് കയറി. നമ്മൾ നീറിന്റെ പൊടിയൊക്കെ ഇട്ട് പോയായിരുന്നു, അതുകൊണ്ട് അതേലൊന്നും കുഴപ്പമില്ല. ഇത് കണ്ടോ, ഇതേലും അതുകൊണ്ട് ഇത് കഴുകിയാൽ മതി, ഇത് പൊക്കോളും. ഇനിയുണ്ടോ നോക്കട്ടെ. ഇനി ഉണ്ട്. പഴുത്തിട്ടില്ല. ഇല്ല, ഇത് പഴുത്തില്ല കേട്ടോ. ആവുന്നതേ ഉള്ളൂ, ഒന്നും ആയില്ല. നമ്മള് വേറെ വളം ഒന്നും മേടിച്ചല്ല, നമ്മുടെ വീട്ടിൽ തന്നെ പച്ചക്കറിയുടെ ഒക്കെ വളങ്ങളൊക്കെ ഇടുന്നതാണ്, ജൈവ വളം. അതാണ് ഇത്രയും. ഇനി വലുതാവും, പക്ഷെ ഇത് ഇത്രയും വലുതായി നമുക്കൊരു ചക്ക കിട്ടി നല്ല ഭംഗിയിൽ. നല്ല രസമുണ്ട്. ഇത് മുറിച്ച് കാണിക്കാതെ. കഴുകി കേട്ടോ, കഴുകിയതാണിത്. ഇത് കഴുകിയാൽ നമുക്ക് മുറിക്കാം. കത്തി വെച്ചാൽ മതി, താഴോട്ട് ഇറങ്ങി പോകണ്ട. ഞാൻ പേടിച്ചാണ് മുറിക്കുന്നത്. ഇതങ്ങ് പഴം. ഇത് കണ്ടോ, ഇത് ശകലം നല്ലപോലെ പഴുത്ത് പോയി. പഴുത്ത് കഴിയുമ്പോൾ ഇത് ശകലം കേടായി. കണ്ടോ, മഴവെള്ളമൊക്കെ വീണത് കൊണ്ടായിരിക്കാം, ശകലം കേടുണ്ട്. നമുക്കൊന്ന് ഇത് കഴിക്കാം കേട്ടോ. എന്നാലും ഇത്രയും ഭാഗം എടുത്ത് നമുക്ക് കഴിക്കാം. അടുത്ത ചക്ക മുറിച്ച് കാണിക്കാം. ഇതിലും ഉണ്ട് കേട്, കണ്ടോ. ഇത് മഴ പെയ്തോണ്ടാണോ ഇങ്ങനെ ആയിരിക്കും, ഇതുവരെ ഇങ്ങനെ വന്നിട്ടില്ല. അല്ല, അപ്പം ഈ പീസ് മുറിക്കും. നല്ലതുപോലെ പഴുത്തോണ്ട് നമുക്ക് ഇങ്ങനെ തൊലി ഉരിഞ്ഞെടുക്കാം. പക്ഷെ അത് തിന്ന് കാണിക്കാം ഞാനേ. മഴ പെയ്തെങ്കിലും കുഴപ്പമില്ല. മധുരമുണ്ട്, ചെറിയ പുളിയുണ്ട്. നമുക്ക് അറിയാലോ എല്ലാവർക്കും, ചക്ക മധുരവും കാണും, ചെറിയൊരു പുളിയും കാണും. അതുപോലെ തന്നെ കുരുവൊന്നും ഞങ്ങൾ കളയത്തില്ല. ഇതെല്ലാം വീണ്ടും കിളിപ്പിക്കും. ഇത് വീണ്ടും വെക്കും ഇവിടെ എല്ലാം. എന്നാ മെച്ചി കഴിക്കും. മധുരമുണ്ടെന്ന് പറയണേ. ഇഷ്ടം പോലെ അക്കവരമുണ്ട്. ആ പേരയുടെ 4 ദിവസത്തിൻ്റെ അക്കവര ഞാൻ എല്ലാം വെച്ച് പിടിപ്പിക്കുന്നുണ്ട്. അതെ, ക്രെഡിറ്റ് ഫുൾ അമ്മയ്ക്കാട്ടോ. ഞാനല്ല, അമ്മയാണെല്ലാം ചെയ്യുന്നത്. കൊണ്ട് കൊടുക്കുക മാത്രമേ ഉള്ളൂ, പരിപാലിക്കുന്ന അമ്മയാണ്.